ഗായ്സ്, അപ്പോൾ കുറേ നാളിന് ശേഷം ഞങ്ങളൊന്ന് ഹൈലൈറ്റ് മാൾ പോയി വരാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ ഏകദേശം സമയം ഒരു 7 മണിയായിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഒരു ചായ കുടിച്ചിട്ട് ഇറങ്ങാമെന്ന് വിചാരിച്ചിട്ട് ഒരു ഷോപ്പിൽ കയറി അവിടുത്തെ സ്പെഷ്യൽ റോളും ഒരു ചായയും കഴിച്ചു. അങ്ങനെ ഞങ്ങൾ ഹൈലൈറ്റ് മാളിലേക്ക് എത്തി. അപ്പോൾ എത്തി ഒരു 9 മണിക്കായപ്പോഴാട്ടോ നമ്മൾ ഫുഡ് കോർട്ട് പോയേ. അപ്പോഴാണ് അതിൻ്റെ സൈഡിലായിട്ട് കിഡ്സ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞിട്ടൊരു പ്ലേ ഏരിയനെ പുതിയതായിട്ട് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വന്നിട്ട് കുറേ ആയതുകൊണ്ട് തന്നെ കണ്ടിട്ടുണ്ടായിരുന്നില്ല. അത് കണ്ടതും പൊന്നൂസിന് അവിടെ കയറി കളിക്കണം എന്നൊരേ വാശി. പിന്നൊന്നും നോക്കിയില്ല, 1 മണിക്കൂറത്തെ കാര്യമല്ലേ. അങ്ങനെ ഞങ്ങൾ പൊന്നൂസിനെ അതിൽ കയറ്റി വിടാമെന്ന് വിചാരിച്ച് പോയി നോക്കിയപ്പോഴാണ് അവർ പറഞ്ഞത് ഒരു കുട്ടിയുടെ കൂടെ ഒരു പാരൻറ്റും കൂടി ഫ്രീ എൻട്രി ഉണ്ടെന്ന്. അപ്പോൾ പിന്നെ ഞങ്ങൾ ആര് പോകുന്നുള്ള കൺഫ്യൂഷനായിട്ടോ. ആകാശത്തിന് പോകാൻ വയ്യാന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ പൊന്നൂസ് നിർബന്ധിച്ചുകൊണ്ട് മാത്രം ഞാൻ വിചാരിച്ചു എന്നാൽ കുറച്ച് നേരം കയറിയിട്ട് അവളൊന്ന് കംഫർട്ട് ആക്കിയിട്ട് പുറത്തേക്ക് ഇറങ്ങാമെന്ന്. പക്ഷേ പറ്റിയില്ല ഗൈസ്. അതിനുള്ളിൽ കളിക്കാൻ തുടങ്ങിയതുണ്ടല്ലോ, ഞാനും പൊന്നൂസിനെ പോലെ ഒരു കുട്ടിയായോ എന്ന് എനിക്കൊരു സംശയം തോന്നി. മാക്സിമം അതിൽ കയറാൻ പറ്റുന്ന റൈഡിലൊക്കെ ഞാൻ കയറിയിട്ടോ. ഇത്രയും ഞാനിതുവരെ കളിച്ചിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം അത്രയും ടൈം ഞാൻ അതിൻ്റെ ഉള്ളിൽ ഓടി കളിച്ചു. 1 മണിക്കൂർ കഴിഞ്ഞതേ ഞങ്ങൾ അറിഞ്ഞില്ല. പക്ഷേ ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടല്ലോ, ഈ ചെറിയ മക്കളുടെ എനർജി ഉണ്ടല്ലോ, അതിനെ ബീറ്റ് ചെയ്യാൻ നമ്മളെ കൊണ്ടാവില്ല. ഞാൻ ആ 1 മണിക്കൂർ കൊണ്ട് ആകെ ടയേർഡായിട്ടോ. പിന്നെ പുറത്തിറങ്ങിയിട്ട് നടക്കുമ്പോഴത്തേക്കും കാലൊക്കെ വേദനയാവുക. പക്ഷെ അവൾക്ക് അങ്ങനത്തെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല. ഇനി 1 മണിക്കൂറും കൂടി എക്സ്റ്റെൻഡ് ചെയ്യാത്തതിനുള്ള കുറുമ്പിലായിരുന്നു കേട്ടോ പൊന്നൂസ് മൊത്തത്തിൽ. എന്തായാലും കുട്ടികൾക്ക് കളിക്കാൻ പറ്റിയിട്ടുള്ള അടിപൊളിയായിട്ടുള്ള, അതായത് ഇപ്പോൾ 1 മണിക്കൂർ അവർക്ക് മാക്സിമം കളിക്കാൻ പറ്റുന്ന ഐറ്റംസ് ഒക്കെ അതിൻ്റെ ഉള്ളിലുണ്ടായിരുന്നു. പിന്നെ കാര്യമായിട്ട് വലിയ ഷോപ്പിങ്ങിനൊക്കെ വന്ന പാരൻസ് ഉണ്ടാവുമല്ലോ, അവർ കുഞ്ഞുമക്കൾ സമ്മതിക്കുന്നില്ല എന്നുണ്ടെങ്കിലുണ്ടല്ലോ അവരതിൻ്റെ അകത്താക്കിയാൽ മതി. 1 മണിക്കൂർ വരെ നന്നായിട്ട് കളിപ്പിക്കും അവരെ. നമ്മൾ പ്രത്യേകം പറഞ്ഞാൽ മതി, പാരൻ്റ് കൂടെ ഇല്ല എന്ന് പറഞ്ഞാൽ അവർ നന്നായിട്ട് ടേക്ക് കെയർ ചെയ്യും. അപ്പോൾ നമുക്ക് അങ്ങനത്തെ ഒരു ഓപ്ഷനും കൂടി ഉണ്ട് കേട്ടോ. ഈ മോളിലൊക്കെ അങ്ങനത്തെ സംവിധാനം ഉള്ളത് കുറച്ചും കൂടി ബെറ്റർ ആണെന്ന് തോന്നുന്നു. ലുലു മോളിലൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷെ ഇവിടെ ഇല്ലാത്തതുകൊണ്ട് തന്നെ ഞങ്ങളിപ്പോൾ ഇങ്ങോട്ട് വരലില്ല. കാരണം ഇവർക്ക് പെട്ടെന്ന് മടുത്തു പോവും. നമ്മൾ ഷോപ്പിങ്ങിന് ഇറങ്ങിക്കഴിഞ്ഞാൽ ഒരു 10 മിനിറ്റ് നടന്നാൽ പിന്നെ അവർക്ക് മതിയാവും. അപ്പോൾ എന്തായാലും അങ്ങനെയുള്ളവർക്കൊക്കെ ഇത് അടിപൊളിയാട്ടോ. അപ്പോൾ ഞാനിതാ ഈ സ്ലൈഡിലൊക്കെ കയറിയിട്ട് സത്യമായിട്ട് എന്തോ ഒരു സന്തോഷം കയറി ഇറങ്ങിയപ്പോൾ. ഈ സംഭവം പെട്ട പോലെയാണ്. ഈ പൊന്നൂസിനെ അതിൽ തള്ളിയിട്ടതാട്ടോ. പക്ഷെ ഇതിൽ വീണ് കഴിഞ്ഞിട്ടുണ്ടല്ലോ, ഇതിൽ നിന്ന് നീറ്റ് പോരാൻ വേണ്ടിയിട്ട് കുറേ കഷ്ടപ്പെട്ടു. അതായത് കാല് വെച്ചിട്ട് പൊങ്ങാനാവുന്നില്ല അതിൻ്റെ അകത്തുനിന്ന്. ഇതിപ്പോൾ സ്പീഡിലിട്ടോണ്ടാട്ടോ. എനിക്ക് കുറച്ച് സമയം എടുത്തിട്ടാണ് അതിൻ്റെ അകത്തുനിന്ന് ഒന്ന് പൊങ്ങി കിട്ടിയത്. അങ്ങനെ ഒരു വിധം കയറി രക്ഷപ്പെട്ടു. അതിന് ശേഷം ഞാൻ പിന്നെ അതിൽ ഇറങ്ങിയിട്ടില്ല. അങ്ങനെ ഇച്ചിരി പാടായിട്ട് തോന്നി കേട്ടോ. അതിൽ നിന്ന് കയറി വരാനായിട്ട്. പിന്നെ ക്ഷീണം മാറ്റാനൊരു ഡ്രിങ്ക്സും കൂടെ കുടിച്ച് ഞങ്ങൾ നേരെ വീട്ടിലേക്ക് പോരുകയാണ് ചെയ്തത്. എന്തായാലും നല്ല അടിപൊളിയായിരുന്നു കേട്ടോ. എന്തായാലും എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. എന്തായാലും പൊന്നൂസിൻ്റെ കൂടെ കളിക്കാനാവും ഒരാളുമായി ഞങ്ങൾ രണ്ടുപേരും അടിച്ചു പൊളിച്ച് തകർത്ത് തിമർത്താണ് കേട്ടോ വീട്ടിലെത്തിയപ്പോഴത്തേനും ഭയങ്കരമായിട്ട് ടയേർഡായിട്ടുണ്ടായിരുന്നു.